എന്തു പറ്റി കല്യാണി? നീ എന്താ ആലോചിക്കുന്നത്? ഇപ്പൊ തന്നെ ചെയ്താലോ എന്ന് ആലോചിക്കണേ. കൊള്ളാം, എന്റെ കെട്ടിയോൾക്ക് ഇത്രയും ധൈര്യമൊക്കെ ആയല്ലേ? ശരി, ഇനി ഈ മൈക്ക് എങ്ങനെയാ ഫിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. മനസ്സിലായോ? ഇത് കണ്ണാടിക്ക് പുറകിലോ ടേബിളിനടിയിലോ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തടത്ത് വേണം ഫിക്സ് ചെയ്യാൻ. ശരി വലിയ ഇങ്ങ് തന്നേക്കൂ. ആ കല്യാണി, സൂക്ഷിക്കണം. ശരി വലിയ അത്ര നല്ല റിസൾട്ട് അല്ല ഗംഗയെക്കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഷീ ഈസ് ലിവിംഗ് ഇൻ മുംബൈ. അവൾക്ക് അവിടെ ഒരു സിക്ക് നെയിം ഉണ്ട്, സിൽക്കി ഗംഗ. ബൈ ദ ബൈ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. 10ൽ 10 പൊരുത്തമുള്ള ഒരു പെൺകുട്ടിയുടെ ജാതകം അവളുടേതാക്കി മാറ്റിയാണ് ഗംഗ തൃച്ചംബരത്തേക്ക് കയറി പറ്റിയിരിക്കുന്നത്. എനിക്ക് ചില സംശയങ്ങളുണ്ട് വലിയ. ഒരു പെൺകുട്ടി സ്വന്തം അച്ഛന്റെ കവളത്തടിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം കാണും. അങ്ങനെ ഒരു കാരണം ഉണ്ടാവണമെങ്കിൽ അയാൾ അവളുടെ അച്ഛനല്ലാതായിരിക്കണം. അതുകൊണ്ട് തന്നെ അത് ഗംഗയുടെ യഥാർത്ഥ അച്ഛനും അമ്മയോ ആണോന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവരെക്കാളും എനിക്ക് ഇഷ്ടക്കൂടുതൽ കല്യാണിയോടാണ്. ഈ വീട്ടിലുള്ള മറ്റു ജോലിക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ജോലിക്കാരി കല്യാണിയാണ്. മനസ്സിലായില്ലേ? ഒരു ജോലിക്കാരി എന്ന നിലയിൽ എനിക്കിഷ്ടം കല്യാണിയാണെന്ന്. നീ എന്തിനുള്ള പുറപ്പാടാ? ഒറ്റ നിമിഷം കൊണ്ട് കൂട്ടിവെച്ചതും കരുതി വെച്ചതുമല്ല തകർത്തെറിയാനോ? നിന്റെ സന്തോഷമാണ് വലുതെന്ന് കരുതുന്ന അവൾ
ഒരിക്കലും നിന്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കില്ല. പകരം അവൾ ഇനി ജീവിക്കേണ്ടത് സ്വയം തീരുമാനമെടുക്കും. ഇനി പറയാനത് നിനക്ക് അഖിലോടിപ്പം നിന്റെ ഇഷ്ടം പറയണോ? അച്ഛനെ തീർക്കില്ല. നീ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനമെടുത്തു. വല്യുഞ്ഞേ, ആ, ഒരുപാട് നേരമായോ എന്നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? നിന്റെ വരവും കാത്തു നിൽക്കുന്നതിന് ഒരു സുഖ കല്യാണി. ഇന്നെന്നല്ല, നിനക്ക് വേണ്ടി ഒരു ജന്മം മുഴുവൻ കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറാ. ആ പിന്നെ വല്യുഞ്ഞു പറഞ്ഞതുപോലെ ഞാൻ ആ മൈക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് പ്രവർത്തിക്കുന്നുണ്ടോ? ഗംഗ ആരെ വിളിക്കുന്നെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ? ഇല്ല കല്യാണി, മൈക്ക് സെറ്റ് ചെയ്ത ശേഷം ഗംഗ ആ മുറിയിൽ നിന്നും ഫോൺ വിളിച്ചിട്ടില്ല. എന്നെങ്കിലും സംസാരിക്കാതിരിക്കില്ലല്ലോ, അപ്പൊ ഉറപ്പായിട്ടും പിടിവീഴും. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും കല്യാണി. ആ പിന്നെ നാളെ താലിക്ക് പൊന്നൊരുക്കാൻ സമയം നോക്കി വെച്ചിരിക്കാം അമ്മ. അപ്പോ നാളെ താലി പണിയാൻ തട്ടാൻ വരുമല്ലേ? അതെ, നാളെ തട്ടാൻ ഇവിടെ വെച്ച് പൊന്നൊരുക്കി ഉണ്ടാക്കുന്ന താലിയ ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടാൻ പോകുന്നത്. പൊന്നൊരുക്കുന്ന സമയത്ത് ആ താലി ആരുടെ കഴുത്തിലാണോ വീഴാൻ പോകുന്നത് ആ പെൺകുട്ടി പാൽപ്പായസം വയ്ക്കണമെന്ന ആചാരം. അതുകൊണ്ട് ഇവിടെ താലിക്ക് പൊന്നൊരുക്കൽ നടക്കുമ്പോ നീ ആ സമയത്ത് ഔട്ട് ഹൗസിൽ പാൽപ്പായസം വയ്ക്കണം. എന്തൊക്കെയാ വലിയ പറയണേ? ഗംഗയല്ലേ ഇത് ചെയ്യാനുള്ളത്? ആ താലി ഗംഗയുടെ കഴുത്തിലല്ല ഏറാൻ പോകുന്നത്, നിന്റെ കഴുത്തില. അതുകൊണ്ട് തന്നെ ഗംഗ തൃച്ചംബരത്ത് പാൽപ്പായസം വയ്ക്കുന്ന സമയത്ത് നീ ഔട്ട് ഹൗസിൽ പാൽപ്പായസം വച്ചിരിക്കണം. മറക്കരുത്. മറക്കില്ല വലിയുഞ്ഞേ. തൃച്ചംബരത്ത് ഓരോ ആചാരവും കല്യാണി തെറ്റിക്കില്ല. എന്നാ ശരി വലിയുഞ്ഞേ, അച്ഛൻ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോട്ടെ. ശരി കല്യാണി. ഈശ്വര, കർപ്പൂരം കെട്ടുപോയല്ലോ. ദുർനിമിത്തമാണല്ലോ കാട്ടിത്തന്നത്. ഇന്നിനി താലി പണിയുന്നത് ശുഭമാകില്ല. ആ മാഡം. ജയന്തി ആന്റി, നീ കിച്ചണിലേക്ക് പൊയ്ക്കോ. ശരി. ആ പിന്നെ ഇവിടെ കണ്ടതൊന്നും എവിടെയും പറയാൻ നിൽക്കണ്ട. പൊയ്ക്കോ. ശരി ആന്റി. എന്താ തങ്കച്ച, മുഖത്തൊരു സങ്കടം പോലെ? അത് മാഡം, ഞാൻ എന്തു പറ്റിയ തങ്കച്ച? പറയാനൊരു മടി. അത് കർപ്പൂരം കത്തിച്ചിട്ട് വിശ്വകർമാവിനെ പ്രാർത്ഥിച്ചു തുടങ്ങാമെന്ന് കരുതിയതാ. പ്രാർത്ഥന പകുതിയാവും മുമ്പ് കർപ്പൂരം അണഞ്ഞു. അത് ഞാൻ കണ്ടു. കാറ്റ് തണഞ്ഞതല്ലേ, സാരമാക്കണ്ട.
ഒന്നുകൂടി കത്തിച്ച് ജോലി തുടങ്ങിക്കും. അതങ്ങനെയല്ല മാഡം. ഇത് കല്യാണക്കാര്യമല്ലേ, ശകുനം നോക്കിയേ കാര്യം ചെയ്യാവൂ. ഇത് നല്ല ശകുനമായി തോന്നുന്നില്ല. ഈ ശകുനം കണ്ടുകൊണ്ട് ഞാൻ താലി ചെയ്താൽ പിന്നെ ആ താലി ഇപ്പോൾ ഉറപ്പിച്ചു വെച്ച പെണ്ണിന്റെ കഴുത്തിലേറില്ല. അതാ ശാസ്ത്രം. അതുകൊണ്ട് ഇന്നത്തെ ഈ പൊന്നുരുക്ക് മാറ്റി വെക്കുന്നതാ നല്ലത്. അല്ല, ആ ഗംഗയുടെ ജാതകവും ആനന്ദിന്റെ ജാതകവും തമ്മിൽ എങ്ങനെ ഇത്ര പൊരുത്തം വന്നു? അതാ ഇപ്പൊ എന്റെ സംശയം. അതോ, അത് ഗംഗയുടെ ജാതകമൊന്നും അല്ല ആന്റി. ഗംഗയുടെ ജാതകം അല്ലെന്നോ? പിന്നെ ആരുടെ ജാതക? അതല്ലേ ഏറ്റവും വലിയ തമാശ. ആ ജാതകം കല്യാണിയുടേതാ. കല്യാണിയുടെ ജാതകോ? അതെ, കല്യാണിയുടെ ജാതകത്തിൽ തിരിച്ചറിയാനാവാത്ത ചില മാറ്റങ്ങൾ വരുത്തി ഗംഗയുടെ ജാതകമാക്കി മാറ്റിയതാ. ഇന്നിത് മുടങ്ങിയ അഖിലാണ്ടേശ്വരി വീണ്ടും ജാതകം വെച്ച് കൂട്ടിയും കുറച്ചും നോക്കും. ചിലപ്പോ അത് ഈ കല്യാണം തന്നെ മുടക്കിയേക്കാം. ഒരു കാരണവശാലും അത് സംഭവിക്കാൻ പാടില്ല. മാഡം എന്താ ആലോചിക്കുന്നത്? അല്ല, ഈ പൊന്നുരുക്ക് തടസ്സപ്പെട്ട അഖിലേച്ചി ദേഷ്യപ്പെടുന്നത് നിങ്ങളോടായിരിക്കും. അതിപ്പോ ഏത് പരിധി വരെയും പോവും. ഞാനിപ്പോ എന്ത് ചെയ്യും മാഡം? ഇവിടെ നടന്നതെല്ലാം ഇവിടെ തന്നെ മറക്കണം. വീണ്ടും കർപ്പൂരം തെളിയിച്ച് പണി തുടങ്ങ്. അല്ലാതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ കണ്ണിലെ കരടാവാൻ നിൽക്കണ്ട. ശരി മാഡം. മാഡം ഇത് ആരോടും പറയില്ലല്ലോ? ഞാനാരോടും പറയില്ല. തങ്കച്ചൻ കർപ്പൂരം തെളിയിച്ച് പണി തുടങ്ങിക്കോ. ഇന്നത്തെ ശുഭമുഹൂർത്തം 9:50-നും 10:15-നും ഇടയ്ക്കാ. അപ്പോ ആ മുഹൂർത്തത്തിൽ വേണം ഇവിടെ പാൽപ്പായസം വെക്കാൻ. ആ കല്യാണി, സ്റ്റെല്ലയോ? എന്താ സ്റ്റെല്ല? കല്യാണി, നീ ഒറ്റയ്ക്കേ ഉള്ളോ? ദാസേട്ട എവിടെ? അച്ഛനിപ്പോ പുറത്തേക്ക് പോയതേ ഉള്ളൂ. അല്ല, നീ പെട്ടെന്നൊന്ന് റെഡിയായിക്കേ. നിന്നെ അവിടെ തിരക്കുന്നു. താലി പൂജയ്ക്ക് നീ ഉണ്ടാക്കുന്ന പോലെ പാൽപ്പായസം ഉണ്ടാക്കാൻ ഗംഗയ്ക്ക് അറിയില്ലെന്ന്. നീ കൂടെ ചെന്ന് സഹായിക്കാൻ മാഡം പറഞ്ഞു. അതിന് നിന്നെ വിളിക്കാൻ പറഞ്ഞു വിട്ടത് തന്നെ. അതെ, നാളെ തട്ടാൻ ഇവിടെ വെച്ച് പൊന്നുരുക്കി ഉണ്ടാക്കുന്ന താലിയ ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടാൻ പോകുന്നത്. പൊന്നൊരുക്കുന്ന സമയത്ത് ആ താലി ആരുടെ കഴുത്തിലാണോ വീഴാൻ പോകുന്നത് ആ പെൺകുട്ടി പാൽപ്പായസം വയ്ക്കണമെന്ന ആചാരം. അതുകൊണ്ട് ഇവിടെ താലിക്ക് പൊന്നൊരുക്കൽ നടക്കുമ്പോൾ നീ ആ സമയത്ത് ഔട്ട് ഹൗസിൽ പാൽപ്പായസം വയ്ക്കണം. നീ എന്താ കല്യാണി ആലോചിക്കുന്നത്? റെഡിയാവ്, പോവാം. വാ. അത് രാവിലെ ഉറക്കമെണീറ്റപ്പോ മുതല് എനിക്ക് നല്ല സുഖമില്ല. ഉള്ളിലൊരു കിടുങ്ങലും പനിയൊക്കെ ഉള്ളതുപോലെ. ഇപ്പോഴത്തെ പനിയൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് പേടിയാവുന്ന സ്റ്റെല്ല. മാത്രമല്ല, ഞാനിന്ന് കുളിച്ചിട്ടുമില്ല. കുളിക്കാതെ ദൈവിക കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. കല്യാണം നല്ലതുപോലെ നടക്കാനിപ്പോ ഗംഗ പാൽപ്പായസം വെച്ചേ പറ്റൂ. ഗംഗയ്ക്കൊന്ന് പറഞ്ഞു കൊടുത്താ മതി. ഞങ്ങളുടെ കല്യാണം നല്ലതുപോലെ നടക്കാൻ വലിയ പാൽപ്പായസം വെക്കാൻ ഏൽപ്പിച്ചിരിക്കുക എന്നെ. അതിപ്പോ നിന്നോട് പറയാൻ പറ്റില്ലല്ലോ.